ഗീബൽസ്യൻ തന്ത്രം. അതായത് ഗീബൽസ് എന്ന് പറഞ്ഞാൽ ഈ നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഹിറ്റ്ലറിനെ പറ്റി പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റു പണ്ടാറടങ്ങി നിൽക്കുമ്പോഴും ജർമ്മനി ജയിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പുറത്ത് ഫ്രാൻസ് തോറ്റു, ഇപ്പുറത്ത് റഷ്യ തോറ്റു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ നുണ എന്നത് നുണ മാത്രമാണല്ലോ, സത്യമാവില്ലല്ലോ. ഒടുക്കം എന്ത് പറ്റി? ജർമ്മനി തോറ്റു. ഇത് ലോകം മുഴുവൻ അറിയാവുന്ന സത്യമാണ്. അതുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധപ്പെട്ട് ഒരു യുവാവിന്റെ ആത്മഹത്യയും ആത്മഹത്യാക്കുറിപ്പും എവിടെ? ഇൻസ്റ്റാഗ്രാമിൽ. അയ്യോ, കേരളത്തിലുള്ള ലോക്കൽ ചട്ടമ്പികൾ തൊട്ട് പ്രിയങ്ക ഗാന്ധി വരെ പ്രതികരിച്ചു. മമതാ ബാനർജിയുടെ സംസ്ഥാനത്ത് ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ പെൺകുട്ടികൾ എന്തിനാ ആ സമയത്ത് പുറത്തിറങ്ങുന്നതെന്ന് ചോദിച്ച മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല പ്രിയങ്ക ഗാന്ധി. ഇപ്പോൾ ഈ നടന്ന ഒരു സംഭവത്തിന്റെ ബേസിൽ പ്രിയങ്ക ഗാന്ധി വാ തുറന്നിരിക്കുന്നു. സംഭവം എന്തായാലും നുണയായിരിക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകളും ട്രോളുകളും ഇറക്കുന്നവനും അറിയാം. കുറെ കാലങ്ങളായി നമ്മളത് കേൾക്കുന്നു. RSSകാരെ സൂക്ഷിക്കുക, RSSകാരെ സ്ത്രീകളുടെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തുക, RSSകാരെ വീട്ടിൽ കയറ്റാതിരിക്കുക, ഇങ്ങനെ കുറെ കാലമായി നിങ്ങൾ തുടങ്ങിയിട്ട്. പക്ഷേ അകത്ത് പോകുന്നത് മുഴുവൻ വേടനും രാഹുൽ മാങ്കൂട്ടവും ഉസ്താദുമാരും ഒക്കെയാണ്. പറയണത് RSSനെയും ചെയ്ത്തു മുഴുവന്മാരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യുവാവിനെ കിട്ടിയത്. അനന്തു എന്നാണ് ആ യുവാവിന്റെ പേര്. പക്ഷെ ഈ കക്ഷിയുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ശാഖാ പ്രവർത്തകരാണ്. ഈ ശാഖയിൽ ഞാൻ പോയിട്ടൊന്നുമില്ല, പക്ഷേ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തുറസായി ഒന്നെങ്കിൽ അമ്പലപ്പറമ്പിൽ അല്ലെങ്കിൽ സ്കൂളിൽ, ഏതെങ്കിലും ഒരു സ്കൂളിലാണ് നടക്കുന്നത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക, RSSന്റെ പദസഞ്ചലനമോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുമ്പോഴാണ് കൊച്ചുകുട്ടികളെ വേഷം കെട്ടിച്ചു കൊണ്ടുവരിക. അല്ലാതെ 4 വയസ്സോ 5 വയസ്സോ 6 വയസ്സോ ഉള്ള ഒരാളെ പോലും RSSന്റെ ശാഖകളിൽ നിങ്ങൾക്ക് നിൽക്കുന്നത് കാണാൻ കഴിയില്ല. ഒരു 8 വയസ്സ് 10 വയസ്സ് 11 വയസ്സുള്ള പയ്യന്മാരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ഇവർ 4 വയസ്സ് തൊട്ടേ കഥ എഴുതുകയാണ്. സ്ക്രിപ്റ്റ് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കമന്റ് ഇടുമ്പോഴും പോസ്റ്റ് ഇടുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അതിൽ എഡിറ്റ് ചെയ്താൽ ദിസ് പോസ്റ്റ് ഇസ് എഡിറ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഇത് എഡിറ്റഡ് ആണ്. എപ്പോൾ എഡിറ്റ് ചെയ്തു, എത്ര മിനിറ്റ് മുമ്പ് എഡിറ്റ് ചെയ്തു കാണിക്കും. 4 തവണയും കണ്ട് ആ ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും പാസ്വേഡ് ഉപയോഗിച്ച് തുറക്കാവുന്ന, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഹാക്ക് ചെയ്യാവുന്ന ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരാൾ എഴുതിയിട്ട ഒരു കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? അനന്തുവിന്റെ വേറെ വേർഡ്സ് അന്വേഷിച്ചപ്പോൾ ഈ കക്ഷിയുടെ അച്ഛൻ 2019 മരണപ്പെട്ടതായും അതോടുകൂടി വളരെ തകർന്നു നിന്ന ആ കുടുംബത്തെ സംഘം തന്നെയാണ് മാസം 500 രൂപ വെച്ച് പല ആൾക്കാരിൽ നിന്നും പിരിച്ചിട്ട് 10-15 രൂപ മാസം കൊടുക്കലും അവരുടെ മറ്റു ചെലവുകളും കാര്യങ്ങളൊക്കെ നോക്കലും. പക്ഷേ ഈ കക്ഷിയുടെ സഹോദരി ഈരാറ്റുപേട്ടയിലുള്ള ഒരു മുസ്ലിം യുവാവിനെ പ്രേമിക്കുകയും അങ്ങനെ ലവ് ജിഹാദിൽ പെട്ടു എന്ന രീതിയിൽ വരികയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് ഇവരൊക്കെ RSSനോട് വിരോധമായി തീരുന്നു. വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പയ്യൻ പിറ്റേന്ന് ലോഡ്ജിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ഉടനെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റും പ്രത്യക്ഷപ്പെടുന്നു. ഈ പയ്യന്റെ മരണത്തിൽ വളരെയധികം ദുരൂഹതകളുണ്ട്. ഇതിന്റെ പിന്നിൽ സഹോദരിയുടെ ഭർത്താവായിട്ടോ സഹോദരിയുടെ കാമുകനായിട്ടുള്ള ആളെ ഉൾപ്പെടെ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം കേരള പോലീസിനുണ്ട്. കേരള പോലീസിൽ പിന്നെ ഈ പച്ച വെളിച്ചം ടീം ഉള്ളതുകൊണ്ട് ഏത് വെളിച്ചം അടിക്കുന്ന സ്ഥലത്തൂടെയാണ് ഇവർ പോകാന്നുള്ളത് നമുക്കറിയില്ല. സംഘത്തിനെതിരെ കാലങ്ങളായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗീബൽസ്യൻ തന്ത്രങ്ങൾ വെറും ഗീബൽസ്യൻ തന്ത്രങ്ങളാണ്. ജർമ്മനി തോൽക്കുക തന്നെ ചെയ്യും. പിന്നെ വല്ലാണ്ട് എല്ലാവരും മൂപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വല്ലാണ്ട് മൂക്കൊന്നുമില്ല. പരമാവധി BJP വിരുദ്ധ, ഹിന്ദു വിരുദ്ധ, ആന്റി നാഷണൽ ആയിട്ടുള്ള മാധ്യമം, റിപ്പോർട്ടർ TV, മീഡിയ 1 ഈ ടീമുകളൊക്കെയാണ് പരമാവധി നോക്കുന്നത്.